Hey, hello, and welcome to One Nice Academy. Welcome to another session of daily news analysis. So, 11th June 2024 വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ഫ്രം മെയിൻസ് പെർസ്പെക്റ്റീവ് ഓൺ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഫോർ ആന്ധ്രാപ്രദേശ്, സക്സസ് ആൻഡ് ചലഞ്ചസ് ഇൻ ദ India-US relationship, and the third topic, different view on India's new career IAC2. Finally, IT laws advisory on marine pollution. In prelims perspective, how heat impact our lives, and Pewarsky horses, the type of wild horses only available in the world. Okay. So without ado, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹിന്ദുവിൽ വന്നിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കാം. സോ ഇന്ന് ബേസിക്കലി ഹിന്ദുവിലാണ് കൂടുതലും ആർട്ടിക്കിൾസ് വന്നിട്ടുള്ളത്. സോ ഹിന്ദു ആർട്ടിക്കിൾസ് മാത്രമേ നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിൾസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഓൺ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഫോർ ആന്ധ്രാപ്രദേശ്. അപ്പൊ എന്താണ് ആന്ധ്രാപ്രദേശ് നൽകിയിട്ടുള്ള സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്? അപ്പൊ നമുക്കറിയാം, ആദ്യമായിട്ട് ലിംഗ്വിസ്റ്റിക് ബേസിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആന്ധ്രാപ്രദേശ് ആണ്. ഓക്കെ. സോ ആന്ധ്രാപ്രദേശിന് ഇപ്പം അടുത്തായിട്ട് 2014 ഇലക്ഷത്തിന് ശേഷം 2024 ഈ ലോക്സഭ ഇലക്ഷന് ശേഷം വീണ്ടും ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം എന്താണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്? ഇത് സ്റ്റേറ്റുകൾക്ക് നൽകുന്ന ഒരു സ്റ്റാറ്റസ് ആണ്. അപ്പം ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് സ്റ്റേറ്റുകൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസിഡറേഷൻസ് ലഭിക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ 2024 ലോക്സഭ ഇലക്ഷന് ശേഷം വീണ്ടും ആന്ധ്രാപ്രദേശിന് ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വരികയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആന്ധ്രാപ്രദേശ് ഡിമാൻഡ് ഫോർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്. ആദ്യമായിട്ട് ലിംഗ്വിസ്റ്റിക് ബേസിൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ആയത് തന്നെ ആന്ധ്രാപ്രദേശ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ. പൊറ്റി ശ്രീരാമുലുയുടെ ഒരു ഫസ്റ്റ് ആൻഡ് ഡെത്ത് നമുക്ക് കാര്യങ്ങൾ അറിയുന്നതാണ്. അപ്പം 2014 ജൂൺ 2 പിന്നീട് അതിനുശേഷം ആന്ധ്രാപ്രദേശ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ആന്ധ്രാപ്രദേശും അതുപോലെ തന്നെ തെലങ്കാന എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ ഇനി 2014 രാജ്യസഭ ഡിസ്കഷൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും അന്നത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മൻമോഹൻ സിംഗ്, നമുക്ക് NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടില്ല, പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് ആന്ധ്രാപ്രദേശിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകുമെന്ന് പറഞ്ഞൊരു അഷുറൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇവൻ ആ സമയത്ത് BJP പ്രസിഡന്റ് ആയിട്ടുള്ള BJP ലീഡർ ആയിട്ടുള്ള വെങ്കയ്യ നായിഡു കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജ്യസഭ ഡിബേറ്റിലാട്ടോ പറയുന്നത്, കാരണം സ്റ്റേറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ രാജ്യസഭയിലാണ് കൂടുതൽ ഈ ഡിബേറ്റ്സുകൾ നടക്കുന്നത്. അപ്പം മൻമോഹൻ സിംഗ് പറഞ്ഞു, നിങ്ങൾക്ക് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഞങ്ങൾ അഷ്യൂർ ചെയ്യുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു വർഷം 2014 മുതൽ BJP NDA ഗവൺമെന്റ് ആയിരുന്നു പിന്നീട് അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ 2014 BJP NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ BJP അങ്ങോട്ട് മറക്കാണ് ചെയ്തിട്ടുണ്ടായത്. ദാറ്റ് മീൻസ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകുന്നതിനെ പറ്റി മൻമോഹൻ സിംഗ് ആണ് വാക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻസ് ചേഞ്ച് ചെയ്തിട്ട് പേര് മാറ്റിയത്, നിതി ആയോഗ് എന്നുള്ള പേര് മാറ്റിയത് കൊണ്ട്, ഈ രണ്ട് കാര്യങ്ങളുടെ ചേഞ്ചസ് വന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആന്ധ്രാപ്രദേശിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകുന്നത് ജസ്റ്റ് ഒന്ന് ഡിലേ ചെയ്യും. ഇത് നമുക്ക് നോക്കാം, എന്താണ് ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ലഭിക്കുന്നത്? സ്റ്റേറ്റുകൾക്ക് ഒരു സ്റ്റേറ്റിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ലഭിക്കുന്നതിന്റെ ക്രൈറ്റീരിയാസ് കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ക്രൈറ്റീരിയാസ് നോക്കുന്ന സമയത്ത് നമ്മൾ 1969 ഫിഫ്ത്ത് ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് നമ്മുടെ ഒരു സ്റ്റേറ്റിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തുടങ്ങി ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എസ്പെഷ്യലി അവിടുത്തെ കണ്ടീഷൻ സോഷ്യോ എക്കണോമിക് ഡിസഡ്വാൻറ്റേജ് ഉള്ള ഏരിയ ആയിരിക്കണം, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ചാലഞ്ചസ് നേരിടുന്ന ഏരിയ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ 1969 ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു 5 കാര്യങ്ങളുണ്ട്. മെജോറിറ്റി ട്രൈബൽ പോപ്പുലേഷൻ, ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഹില്ലി ടെറൈൻ ആൻഡ് ഇന്റർനാഷണൽ ബോർഡേഴ്സ്, സോഷ്യോ എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ആൻഡ് ഇൻഅഡിക്വേറ്റ് സ്റ്റേറ്റ് ഫിനാൻസസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ള ഒരു സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് നൽകാം? ആ സ്റ്റേറ്റിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഓക്കെ, ഇതാണ് 69 ഫിഫ്ത് ഫിനാൻസ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ട്. നിങ്ങൾ സ്റ്റേറ്റിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകിക്കോളൂ, ബട്ട് ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു സ്റ്റാറ്റസുകൾ നമ്മൾ എസ്പെഷ്യലി എടുത്ത് പറയുന്നില്ല. ട്രൈബൽ പോപ്പുലേഷൻസ്, ലോവർ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഹില്ലി ടെറൈൻസ് ആൻഡ് ഇന്റർനാഷണൽ ബോർഡേഴ്സ്, അവിടുത്തെ സോഷ്യോ എക്കണോമിക്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ്, ഇൻഅഡിക്വേറ്റ് ആയിട്ട് സ്റ്റേറ്റ് ഒരു ഡെപ്തിലേക്ക് പോകുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കണം. അപ്പൊ നിലവിൽ ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് ലഭിക്കുന്ന സ്റ്റേറ്റുകൾ എന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശ്, ആസാം, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ് തുടങ്ങിയിരിക്കുന്ന സ്റ്റേറ്റുകളാണ് നിലവിൽ ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസിൽ ഉള്ളത്. ഓക്കെ, സോ ഇതിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിന്റെ വേണ്ടത്? നമുക്ക് ഇതിന്റെ ആർഗ്യുമെന്റ്സ്, അതുപോലെ തന്നെ ഇതിന്റെ ഫേവറിംഗ് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് ഗ്രാൻഡിങ് SC/ST AP? അപ്പം ആന്ധ്രാപ്രദേശിന് ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകണമെന്ന് പറയണമെന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ആർഗ്യുമെന്റ്സ് എന്താണ്, എന്തൊക്കെയാണ് അവർ പറയുന്ന പോയിന്റ്സുകൾ എന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ആന്ധ്രാപ്രദേശിൽ നല്ല രീതിയിലുള്ള റവന്യൂ ഡെഫിസിറ്റ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഡെപ്റ്റ്, സ്റ്റേറ്റിന്റെ ഡെപ്റ്റ്, കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. റവന്യൂ ഡെഫിസിറ്റ് നല്ല രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡെവലപ്മെന്റൽ പ്രൊജക്ടുകൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ടാണെങ്കിലും ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് രണ്ടിനെയും കൂടി ഒരു ക്യാപിറ്റൽ ഹൈദരാബാദ് ആയിരുന്നു. പിന്നീട് അത് മാറി ആന്ധ്രാപ്രദേശിന്, തെലങ്കാനയുടെ ക്യാപിറ്റലായിട്ട് ഹൈദരാബാദ് മാറുകയും ആന്ധ്രാപ്രദേശിനെ അമരാവതി ആയി ക്യാപിറ്റലായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ തോ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞിരിക്കുന്ന മാത്രം, തെലങ്കാനയിൽ നമ്മളോട് പറയുന്നത്, ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റിൽ തന്നെ വളരെയധികം റവന്യൂ ഡെഫിസിറ്റും കാര്യങ്ങളൊക്കെ നിലവിലുള്ളത് കൊണ്ടും നിലവിലുള്ള അമരാവതിയിലേക്ക് ഇവരുടെ ക്യാപിറ്റൽസ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും ആന്ധ്രാപ്രദേശിന് നിലവിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അപ്പൊ പല ആളുകളും പറയുന്നത് ആന്ധ്രാപ്രദേശിന് നമ്മൾ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകണം, കാരണം വളരെയധികം കഷ്ടത്തിലാണ് ആന്ധ്രാപ്രദേശിന്റെ അവസ്ഥ തെലങ്കാനയും കൂടി പോയ സമയത്ത്. കാരണം പലതരത്തിലുള്ള മിനറൽസുകളും ഉണ്ടായിരിക്കുന്ന ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് തെലങ്കാന സൈഡിലായിരിക്കും. ആന്ധ്രാപ്രദേശ് എന്നിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഒരു തരിശ് ഭൂമി പോലെയുള്ള സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ റവന്യൂ ഡെഫിസിറ്റ് വല്ലാതെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 15th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ, ഇപ്പം ആക്ച്വലി 14th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിലാണ് ആന്ധ്രാപ്രദേശിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേപോലെ തന്നെ 15th ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തും ഈ 14th ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു, ഒരു ചേഞ്ചസ് വരും. അതായത് 14th ഫിനാൻസ് കമ്മീഷനിൽ ആന്ധ്രാപ്രദേശിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകിയെന്ന് പറയുന്നത് 15th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിലും പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകണം ബിക്കോസ് അവരുടെ റവന്യൂ കണ്ടീഷൻസ് ഹൈലി ഡെഫിസിറ്റ് ആയുള്ള കണ്ടീഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ 15th ഫിനാൻസ് കമ്മീഷൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകുന്നതിൽ നിന്ന് ഞങ്ങളല്ല നിങ്ങളെ എതിർക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇനി ബാക്കി കാര്യങ്ങൾ മുന്നോട്ടേക്ക് എടുക്കേണ്ടത്. കാരണം ഓൾറെഡി ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞു നിങ്ങൾക്ക് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകാമെന്നത്. സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ വാട്ട് ആർ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് പ്രൊവൈഡിങ് SC/ST IP? അതായത് അതായത് ആന്ധ്രാപ്രദേശിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് കരുതുക. അവരെന്തുകൊണ്ടാണ് നൽകേണ്ടതെന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ടാക്സ് ഡെവല്യൂഷൻ ആൻഡ് ഗ്രാന്റ്സ്. 14th ഫിനാൻസ് കമ്മീഷന്റെ അകത്ത് കമ്മീഷൻ വന്ന സമയത്ത് സാധാ സ്റ്റേറ്റുകൾക്ക് നൽകുന്നതിനെക്കാട്ട് 42% ടാക്സ് ഡെവല്യൂഷൻസ് ആണ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റുകൾക്ക് നൽകുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേറ്റിന്റെ അകത്തുനിന്ന് പലതരത്തിലുള്ള CGST പിരിക്കുന്നതാണല്ലോ. സെൻട്രൽ ഗവൺമെന്റ് GST ടാക്സുകൾ പിരിക്കാറുണ്ട്. അപ്പോൾ ഒരു 100 രൂപയാണ് അങ്ങനെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സാധാരണ ഒരു വിഹിതം സ്റ്റേറ്റിന് തിരിച്ചു കൊടുക്കും. ഇതാണ് ടാക്സ് ഡെവല്യൂഷൻ തന്നിട്ടുള്ളത്. സ്റ്റേറ്റിന്റെ അകത്തു നിന്നുള്ള സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് പിടിച്ചാൽ പോലും അങ്ങനെ തിരിച്ചു കൊടുക്കുന്നില്ല. ഏകദേശം 42% ടാക്സ് ഡെവല്യൂഷൻ ആന്ധ്രാപ്രദേശിന് നൽകുന്നുണ്ട് നിലവിൽ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കാറ്റഗറി അത്രത്തോളം ഫിനാൻഷ്യൽ എയ്ഡ് മറ്റു സ്റ്റേറ്റുകൾക്ക് നൽകുന്നതിനേക്കാളും ഫിനാൻഷ്യൽ എയ്ഡ് ആണല്ലോ ലഭിക്കുന്നത്. ഇവിടെ സ്പെഷ്യൽ പാക്കേജസ്, ഫോർ എക്സാമ്പിൾ ആന്ധ്രാപ്രദേശ് നടക്കുന്ന പല പ്രൊജക്ടുകൾക്ക് സാധാരണ സെൻട്രൽ ഗവൺമെന്റിന്റെ എയ്ഡുകളാണ് നൽകാറുള്ളത്. ബട്ട് ആ എയ്ഡ് നൽകുന്നതിന് പറ്റും കംപ്ലീറ്റ് പ്രൊജക്ട്
കംപ്ലീറ്റ് പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പോലും ഗവൺമെന്റ് ആണ് നൽകുന്നത്. ഫോർ എക്സാമ്പിൾ, അവിടെയുള്ള പൊള്ളവാരം ഇറിഗേഷൻ പ്രൊജക്ട്. പൊല്ലവാരം ഇറിഗേഷൻ ആന്ധ്രാപ്രദേശിലെ ഒരു പ്രൊജക്ട്, ഇറിഗേഷൻ പ്രൊജക്ട് ആണ് പൊള്ളവാരം ഇറിഗേഷൻ പ്രൊജക്ട്. ഈ ഇറിഗേഷൻ പ്രൊജക്ടിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഫണ്ട് നൽകുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ടാക്സ് കൺസെഷൻസ്, സ്പെഷ്യൽ അസിസ്റ്റൻസുകളൊക്കെ നമ്മൾ ആന്ധ്രാപ്രദേശിന് സെൻട്രൽ ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2014 ആന്ധ്രാപ്രദേശ് തെലങ്കാന ആക്കി മാറ്റുന്നതിൽ ഒരു ആക്ട് വന്നിരുന്നു. ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 2014 വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആക്ടിന്റെ അത് വ്യക്തമായിട്ട് ആന്ധ്രാപ്രദേശിന് ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്ന് പറയുന്നതിനെ പറ്റി ഒരു മെൻഷൻ നൽകിയിട്ടില്ല. ജസ്റ്റ് രണ്ടായിട്ട് മാറ്റണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ആന്ധ്രാപ്രദേശ് നൽകുന്നതിനെ പറ്റിയിട്ട് മാത്രമേ അറിയാനുള്ളൂ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. Okay, next article based on success and challenges in the India-US relationship. അപ്പം ഇന്ത്യ-US റിലേഷൻഷിപ്പിലുള്ള ബ്രോഡർ മൈൻഡ് സെറ്റിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് റിലേഷൻഷിപ്പിന്റെ അതിന്റെ ഇഷ്യൂസുകൾ, അതുപോലെ തന്നെ അത് ഡീപ്പൻ ചെയ്തോ അല്ലെങ്കിൽ ലോസ്റ്റ് കണ്ടീഷൻസിലേക്ക് പോയോ എന്നുള്ള കാര്യങ്ങൾ. സ്പെഷ്യൽ സ്റ്റാറ്റസ് ചോദിക്കുന്നതിന് മെയിൻ കാര്യം ലാർജർ എമൗണ്ട് ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ നോക്കിയിട്ടാണ്. അപ്പൊ സ്പെഷ്യൽ സ്റ്റാറ്റസ് ലഭിച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിന് അതിൻ്റെതായ ടാക്സ് ഡെവല്യൂഷൻസ്, മറ്റ് ബെനിഫിറ്റ്സുകൾ, അതായത് സെൻട്രൽ ഗവൺമെന്റ് എയ്ഡിന് പകരമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഗ്രാന്റുകളായിരിക്കും കൂടുതൽ ലഭിക്കുന്നത്. ബീഹാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബീഹാറിൽ ട്രൈബൽ പോപ്പുലേഷൻ കൂടുതലാണ്. നമുക്ക് ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് മെജോറിറ്റി ട്രൈബൽ പോപ്പുലേഷൻ, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഈ രണ്ട് കാര്യങ്ങളാണ് ബീഹാറിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്പെഷ്യൽ സ്റ്റാറ്റസ് വേണമെന്ന് പറയുന്നത്. ബീഹാർ മാത്രമല്ല, മറ്റു പല സ്റ്റേറ്റുകളും പറയാറുണ്ട്. ബട്ട് പല സ്റ്റേറ്റുകളും പറയുന്നത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കാറുണ്ട്. ഓക്കെ, ബീഹാറിന്റെ ആവശ്യമായ ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ആർട്ടിക്കിളിൽ നമുക്ക് നോക്കാൻ പോകുന്നത് ഇന്ത്യ-US റിലേഷൻഷിപ്പ് ആണ്. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യ ആൻഡ് US റിലേഷൻഷിപ്പ് നോക്കും. സോ ഓവർ പാസ്റ്റ് ഡീക്കേഡ്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയും US തമ്മിൽ വളരെ നല്ല റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടത്. കാരണം ഒരു ഹൈ ലെവൽ ഡിപ്ലോമാറ്റിക് മീറ്റിംഗ്സുകൾ നടക്കാറുണ്ട്. സോ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു മൾട്ടിലാറ്ററൽ കോപ്പറേഷൻസ്, ബൈലാറ്ററൽ കോപ്പറേഷൻസ് തുടങ്ങിയിരിക്കുന്ന ഏരിയാസിനകത്ത് ഇന്ത്യ-US നല്ലൊരു ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ന്യൂസ് അനാലിസിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു WTO ഏകദേശം ഒരു 450 മില്യൺസിന്റെ ഒരു എമൗണ്ട് ഇന്ത്യ ഗവൺമെന്റ് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അവിടേക്ക് കയറ്റുമതി ചെയ്യുന്ന പോൾട്രി പ്രൊഡക്ട്സ് ഏവിയൻ ഇൻഫ്ലുവൻസ അടങ്ങിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ WTOന്റെ ഈ ഒരു കേസ് വിധി വന്നിട്ടുണ്ട്. 2012 കൊടുത്ത കേസാട്ടോ. അപ്പൊ അതിനുശേഷം വിധി വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി US-ഉം ഇന്ത്യയും WTO കൊടുത്തിരിക്കുന്ന ഈ ഒരു കേസ് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. ദാറ്റ് മീൻസ് ആ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അവിടെ ഉള്ളത് കൊണ്ട്. കാരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ നമ്മൾ ഇന്ത്യ നൽകേണ്ടി വരുമായിരുന്നു. അപ്പം ഇതിന്റെയൊക്കെ കാരണം അത്രയും നല്ലൊരു മൾട്ടിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ കോപ്പറേഷൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം ഒരു ഹൈ ലെവൽ ഒരു ഡിപ്ലോമാറ്റിക് മീറ്റിംഗ്സുകൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2014 ശേഷം ഒരു അത്രയും ഹൈ ലെവൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇന്ത്യ-US തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഏതൊക്കെ രീതിയിലാണ് നോക്കാം. സ്ട്രാറ്റജിക് ട്രസ്റ്റ് അഗ്രിമെന്റ്സ്. സ്ട്രാറ്റജിക് ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഒരു മിലിറ്ററി ഓപ്പറേഷൻസിൽ ഇന്ത്യ-US തമ്മിലുള്ള ബന്ധം വളരെയധികം കൂടുതലായിരുന്നു. പാസ്റ്റ് ഡിക്കേഡ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇവൻ ദോ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഒരു കോപ്പറേഷൻ സ്ട്രാറ്റജി ഇന്ത്യയും നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് US തമ്മിൽ. ഫോർ എക്സാമ്പിൾ ഫൗണ്ടേഷണൽ അഗ്രിമെന്റ്സ്, മിലിറ്ററി കോപ്പറേഷൻസ്, ഇന്റർ ഓപ്പറബിലിറ്റി, മിലിറ്ററി കോപ്പറേഷൻസ്, അതുപോലെ തന്നെ ഇന്റർ ഓപ്പറബിലിറ്റി. സോ പലതരത്തിലുള്ള മിലിറ്ററി അഗ്രിമെന്റ്സ്, ഇത്തരം കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി കൊളാബറേഷൻസ്, ജോയിന്റ് മിലിറ്ററി എക്സസൈസ്, അതുപോലെ തന്നെ കോർഡിനേറ്റഡ് മാരിടൈം ഓപ്പറേഷൻസ്, സ്ട്രാറ്റജിക് അലൈൻമെന്റ്, ഡെമോൺസ്ട്രേഷൻസ്. മറ്റേതെങ്കിലും ചൈനക്കെതിരെ ഇന്തോ പസഫിക് റീജിയനിൽ ഇന്ത്യയും US-ഉം തമ്മിൽ ഒരു ഡെമോൺസ്ട്രേഷൻ, അതായത് നേവൽ ഏരിയ, ഇന്ത്യൻ ഓഷ്യൻ നേവൽ ഏരിയാസിന്റെ അകത്ത് ഞങ്ങൾ ഇത്രയും സ്ട്രോങ് ആണെന്ന ഡെമോൺസ്ട്രേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവൻതോ ലാൻഡ് ബേസ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നേവൽ ബേസ്ഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എയർ ബേസ്ഡ് ആയിക്കോട്ടെ, ഏത് ഏരിയാസിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ശക്തമായ മിലിറ്ററി കോപ്പറേഷൻസ് ഇന്ത്യ-US തമ്മിൽ നിലവിൽ ഉണ്ട്. അതുപോലെ തന്നെ റിഡക്ഷൻ ഓഫ് പാസ്റ്റ് ഇറിറ്റൻസ്,
റിഡക്ഷൻ ഓഫ് പാസ് റിട്ടേൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ എപ്പോഴും വഴക്കായിരിക്കും. ബേസിക്കലി പാകിസ്ഥാൻ എന്ന് പറയുന്നത് US ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആമാണ്. US ഗവൺമെന്റിന് പാകിസ്ഥാൻ ഒരു ഇഷ്ടമാണ് ഒരു പരിധി വരെ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ എങ്ങനെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയെ പാകിസ്ഥാൻ US ആവശ്യമായിട്ട് എന്തിന് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ചൈനയുടെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ US ഇന്തോ പസഫിക് സ്ട്രാറ്റജി കൊണ്ടുവരുന്ന വേണ്ടിയിട്ട് ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ റീജിയണിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ റീജിയണിലോ US സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ബിഗർ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് കൺട്രി ഇന്ത്യ മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കൂടെ നിൽക്കേണ്ട അവസ്ഥ വരും, ഇന്ത്യന്റെ കൂടെ നിൽക്കേണ്ട അവസ്ഥ വരും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളും പാകിസ്ഥാനും തമ്മിൽ വളരെ വലിയൊരു ഇഷ്യൂസ് ഇവിടുത്തെ ആർട്ടിക്കൽ 370 ഒക്കെ എടുത്ത് മാറ്റിയതോട് കൂടിയിട്ട് വളരെ വലിയ ഇഷ്യൂസുകളൊന്നും നിലവിലില്ലാത്തത് കൊണ്ട് ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ടെൻഷൻസ് ഇല്ലാത്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി US ഓക്കെ ഒരു സപ്പോർട്ടീവാണ്. കാരണം ഒരിക്കലും ഇന്ത്യയുടെ ഭാഗത്തോ പാകിസ്ഥാന്റെ ഭാഗത്തോ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആ റിഡക്ഷൻ ഓഫ് പാസ് റിട്ടേൺസും ഈ ഒരു ബന്ധം കൂടുതൽ സ്ട്രോങ് ആവാൻ കൂടി സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഷെയർഡ് ഗ്ലോബൽ പെർസ്പെക്റ്റീവ്. ഷെയർഡ് ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എന്ന് ബേസിക്കലി പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്വാഡ് പോലെയുള്ള ഗ്രൂപ്പിൽ മെയിൻ ആയിട്ടുള്ള ഓസ്ട്രേലിയ, ജപ്പാൻ, US ആൻഡ് ഇന്ത്യ കൺട്രീസ് കൂടിയിട്ട് ഇന്തോ പസഫിക് റീജിയനിലേക്കുള്ള ഒരു മിലിറ്ററി കോപ്പറേഷൻസ് ആയിരുന്നു ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മിലിറ്ററി കോപ്പറേഷൻസ് അല്ല, ബേസിക്കലി ഒരു സ്ട്രാറ്റജിക് കോപ്പറേഷൻസിന് വേണ്ടിയിട്ടായിരുന്നു ക്വാഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് മിലിറ്ററി കോപ്പറേഷനിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ സമയത്ത് ഇന്ത്യ അതിന് വിമുക്തിയാണ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പിന്നീട് നോക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഷെയർഡ് ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ US തുടങ്ങുന്ന വളരെ വലിയൊരു മൾട്ടിലാറ്ററൽ ഏരിയാസിന്റെ അകത്തേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു മൾട്ടിലാറ്ററൽ ഏരിയാസിനകത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ബന്ധം അവർ നിലനിർത്തുന്നുണ്ട്. എക്സ്പാൻഡിങ് ഡയലോഗ്സ് സോ എക്സ്പാൻഡ് ഡയലോഗ്സ് ഇവൻ തോ നമ്മളിപ്പോ സ്ട്രാറ്റജിക് ഏരിയാസിനകത്ത് മാത്രമേ പറ്റുള്ളൂ. സ്ട്രാറ്റജിക് ഏരിയാസ് മാത്രമല്ല, സൈറ്റ്സ് പോലെ അതായത് ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എമർജിംഗ് ടെക്നോളജീസ് ആയിക്കോട്ടെ, ഗ്രീൻ എനർജി ആയിക്കോട്ടെ, ഫ്യൂവൽ സപ്ലൈ ആയിക്കോട്ടെ, സോ തുടങ്ങിയിരിക്കുന്ന എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇന്ത്യ US തമ്മിലുള്ള ബന്ധം കൂടിക്കൊണ്ടിരിക്കുകയാണ് നിരവധി കണ്ടീഷൻ സൈറ്റ്സ് പോലുള്ള ഏരിയാസ് ഒക്കെ. അപ്പം ഈ ബന്ധം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ സ്ട്രാറ്റജിക് അലൈൻമെന്റിലോ അല്ലെങ്കിൽ ഇന്ത്യ പസഫിക് റീജിയനിൽ മാത്രമല്ല, ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കോട്ടെ, ട്രേഡ് റിലേഷൻസ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഇന്ത്യ ആൻഡ് US തമ്മിലുള്ള റിലേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വാട്ട് ചലഞ്ചസ് റിമെയിൻ ഇൻ ദ ഇന്ത്യ US റിലേഷൻഷിപ്പ്? എന്തൊക്കെയാണ് ചലഞ്ചസുകൾ നിലനിൽക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഡിഫറൻസ് ഇൻ റഷ്യാസ് ആക്ഷൻ. റഷ്യ ഉക്രൈൻ വാർ നടന്ന സമയത്ത് US സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡ് വളരെ മോശമായിരുന്നു. ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസുകൾ അവർ ഫോളോ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോ അവർ അംഗീകരിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഇന്ത്യ എന്താണ് പറഞ്ഞത്? ഇന്ത്യ പറഞ്ഞത് വെച്ചാൽ ഗ്ലോബൽ സൗത്തിനെ ബേസ് ചെയ്തിട്ട്, ഗ്ലോബൽ സൗത്തിൽ ഒരുപാട് കൺട്രീസ് ഉണ്ടല്ലോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസുകളൊക്കെ ഒരുപാട് പാവപിടിച്ച കൺട്രീസ് ആണ്. അപ്പം ആ കൺട്രീസില് ഈ ഫുഡ്, ഫ്യൂവല്, ഈ ഒരുപാട് സപ്ലൈസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? റഷ്യ ഉക്രൈൻ തമ്മിലുള്ള ഇഷ്യൂസിന് കാരണമായിരുന്നു. അപ്പം US കരുതി റഷ്യക്ക് എതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ഇഷ്യൂവിനെ ഒരുമിച്ച് ക്രിട്ടിസൈസ് ചെയ്തു. ഈ വാർ കൊണ്ട് ആർക്കും ഫുഡൊന്നും ലഭിക്കുന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻ ആണെങ്കിൽ ഇന്ത്യ റഷ്യയെ നമ്മുടെ ക്രൂഡ് ഓയിൽസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്ത് ക്രൂഡ് ഓയിൽസ് നമുക്ക് കിട്ടിയില്ല. ഓട്ടോമാറ്റിക്കലി ആ വാർ നടക്കുന്ന സമയത്ത് റേറ്റ് കൂടണിഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഓക്കെ ദെൻ ഉക്രൈനിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫുഡ് പ്രൊഡക്ട്സുകൾ കൂടുതൽ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫുഡ് പ്രൊഡക്ട്സ് ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള ഫുഡ് പ്രൊഡക്ട്സുകളും നമുക്ക് ആ സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല, റഷ്യ ഉക്രൈൻ നടക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ സമയത്ത്. ഓക്കെ, അപ്പം ഇതും ഒരു കാരണമാണ്. ദെൻ ഡിലേഡ് ഹൈ ലെവൽ മീറ്റിംഗ്സ്. റീസെന്റ് ആയിട്ട് പലതരത്തിലുള്ള ഹൈ ലെവൽ മീറ്റിംഗ്സുകളും നമ്മൾ ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇന്റേണൽ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, റീസെന്റ് ആയിട്ട് ഒരു ഗാസ ഇഷ്യൂസ് നടന്ന സമയത്താണ്. ഇപ്പൊ നമുക്കറിയാം US എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആമാരാണ് ഇസ്രായേലാണ്. ഓക്കെ, അപ്പൊ ഇസ്രായേലിന് അത്തരത്തിലുള്ള സപ്പോർട്ട് US നൽകുന്നു. അപ്പൊ റീസെന്റ് ആയിട്ട് ഗാസയിൽ ഈ ഒരു ഇഷ്യൂസ് നടക്കുന്നു. ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള ഹൈ ലെവൽ മീറ്റിംഗ്സുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ US കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 2-3 ഷെഡ്യൂൾഡ് മീറ്റിങ്ങുകൾ വരെ
ഇന്ത്യയിലേക്ക് വരുന്ന ഹയർ ഒഫീഷ്യൽസിന്റെ മീറ്റിംഗ് വരെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? ഒരു ഗാസയിലൊക്കെ നടക്കുന്ന ഈ ഒരു ഇഷ്യൂ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള കാരണം. ഓക്കെ, കാരണം യുഎസിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇസ്രായേലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പിന്നീട് ടെൻഷൻ ഓവർ ഡിപ്ലോമാറ്റിക് കമന്റ്സ്. ഇത് പലപ്പോഴും നമ്മളൊരു ആന്റി നാഷൻ ചിന്താഗതി. നമ്മൾ ഇന്നലെ ഒരു ന്യൂസ് നോക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ബ്രിഡ്ജ് ആക്സിഡന്റിൽ ജോ ബൈഡൻ നൽകിയിരിക്കുന്ന ഒരു ആർഗ്യുമെന്റ്. ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സിനർജി ഗ്രൂപ്പാണ് ആ ഒരു ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്കാരായിരുന്നു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അവർ കറക്റ്റ് ടൈമിൽ ബ്രിഡ്ജ് ഓപ്പറേറ്റേഴ്സിനെ അറിയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വളരെ നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ബട്ട് പലതരത്തിലുള്ള ഹയർ ഒഫീഷ്യൽസ്, ഫോർ എക്സാമ്പിൾ അവിടെ ഇന്ത്യൻ യു എസ് അംബാസിഡർ ആയിട്ടുള്ള എറിക് ഗ്രാസറ്റിയുടെ ഒരു ഈ റിമാർക്ക് ഉണ്ടായിരുന്നു നമ്മൾ മണിപ്പൂർ ഇഷ്യൂവിനെ പറ്റിയിട്ട്. മണിപ്പൂർ ഇഷ്യൂവിനെ പറ്റിയിട്ടും ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ പറ്റി, മണിപ്പൂരിലെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്കലി നമ്മൾ ഫെയിലർ ആയിരുന്നു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെയുള്ള ഹയർ ഒഫീഷ്യൽസ് നമ്മുടെ ഇന്റേണൽ മാറ്റേഴ്സിനെതിരെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്കലി നമുക്കൊരു എന്താണ്, ഒരു ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഡിപ്ലോമാറ്റിക് കമന്റ്സിലൂടെ. ഒരാവശ്യമില്ല, ഈ കമന്റ്സിലൂടെ ഒരു ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ അലിജഡ് ആയിട്ടുള്ള അസാസിനേഷൻ ബോർഡ്, ദാറ്റ് മീൻസ് ഹയർ ആയിട്ടുള്ള ഇന്ത്യൻ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് യു എസ് സിറ്റിസൺസിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് യു എസ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, ഇപ്പം ബയലാറ്ററൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ആ ബയലാറ്ററൽ റിലേഷൻഷിപ്പിനൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു ഡിസ്ട്രസ്റ്റ് ഫീലിംഗ് കൊണ്ടുവരികയാണ്, ഒരു വിശ്വാസമില്ലായ്മ കൊണ്ടുവരികയാണ്. അതായത് ഇന്ത്യൻ സെക്യൂരിറ്റി ഒഫീഷ്യല് യു എസ് സിറ്റിസൺസിനെ കണ്ടു കഴിഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്യുന്നു. എന്തോ ഒരു ബയലാറ്ററൽ റിലേഷൻ ആണെന്നുണ്ടെങ്കിലും ഇന്റർനാഷണൽ സിനാരിയോയിലാണെന്നുണ്ടെങ്കിലും യു എസ് സിറ്റിസൺസ് ആയിരിക്കും അത് ചെയ്യാൻ കാരണം എന്ന് പലതരത്തിലുള്ള, ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് ഒരു വൈറസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് പറയും ഇത് യു എസിൽ ഏതോ ആരും ചെയ്തതാണെന്ന് പറയും. സോ അങ്ങനെയാണ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹയർ ഒഫീഷ്യൽസ്, ഹയർ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് യു എസിനെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പം ഇത് ബേസിക്കലി ഇന്ത്യ യു എസ് തമ്മിലുള്ള ബന്ധത്തിന് അതൊരു ഡിസ്ട്രസ്റ്റ്, അതുപോലെ തന്നെ അവരുടെ ബയലാറ്ററൽ റിലേഷൻഷിപ്പിൽ കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സോ ആസ് എ വേ ഫോർവേഡ് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഒരു സ്ട്രാറ്റജിക് കോപ്പറേഷൻസ് ആവശ്യമായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഡയലോഗ്സുകൾ ഒരു സ്ട്രാറ്റജിക് കോപ്പറേഷനിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് മറ്റ് മൾട്ടി ലാറ്ററൽ ഓപ്പറേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ന്യൂ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയിരിക്കുന്ന ഏരിയാസിലേക്ക് ഫോക്കസ് ചെയ്യാം. നമ്മൾ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി, ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി ICET. ഓക്കെ, ഇനീഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി. സോ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇന്ത്യ US തമ്മിലുള്ള റീസെന്റ് ആയിട്ട് സൈൻ ചെയ്തിരിക്കുന്ന ഒരു അഗ്രിമെന്റ് ആയിരുന്നു ICET എന്നുള്ളത്. ഇനീഷ്യേറ്റീവ് ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി. അതിനകത്തൊരു പാർട്ണർഷിപ്പ് കൊണ്ടുപോകാന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഹൈ ലെവൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പറയുന്നത്, ഹൈ ലെവൽ മീറ്റിംഗ്സുകൾ ആവശ്യമായിട്ടുണ്ട്. ദാറ്റ് മീൻസ് പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ഒക്കെ മീറ്റ് ചെയ്യുന്ന പോലെ ഹൈ ലെവൽ മീറ്റിംഗ്സുകൾ, ഹയർ ഒഫീഷ്യൽസ് തമ്മിലുള്ള മീറ്റിംഗ്സുകൾ നടക്കുക. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് കോപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈവൻ ടെക്നോളജിക്കൽ ഫ്രണ്ടിലുള്ള കോപ്പറേഷൻസ് ലൈക്ക് ICET പോലുള്ള. അതുപോലെ തന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ചലഞ്ചസുകൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്റർനാഷണൽ ഫ്രണ്ടിൽ ഒരേ രീതിയിലുള്ള ആർഗ്യുമെന്റ്സിലേക്ക് എത്താൻ ശ്രമിക്കുക. നേരത്തെ നമ്മൾ റഷ്യ ഉക്രൈനിൽ രണ്ട് രീതിയിലുള്ള ആർഗ്യുമെന്റ് വന്നതിന് പോലെ ഇതിന് പകരമായിട്ട് ഒരേ രീതിയിൽ ആർഗ്യുമെന്റ് എത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇവൻ ദോ ഡെസ്പൈറ്റ് ഈ ഒരു പലതരത്തിലുള്ള ഇന്റേണൽ എക്സ്റ്റേണൽ ചലഞ്ചസുകൾ ഇന്ത്യ ആണെങ്കിലും US ആണെന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും അതിൽ നിന്ന് ആ രംഗത്തിൽ നിന്ന് പുറത്തു പോയിട്ട് റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റ് ആക്കാതിരിക്കാൻ ശ്രമിക്കും. ഓക്കെ, സോ അത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഡിഫറെന്റ് വ്യൂ ഓൺ ഇന്ത്യസ് ന്യൂ കരിയർ, ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കരിയർ 2. അപ്പം നമുക്ക് റീസെന്റ് ആയിട്ട് INS വിക്രാന്ത് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. INS വിക്രാന്ത് ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേഷൻസും അതുപോലെ തന്നെ മറ്റ് മെയിൻ്റെനൻസ് നടക്കുന്നത് മുംബൈ മസ്കോഡോൺ ഡോക്ക് യാർഡിൽ വെച്ചിട്ടാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അന്ന് വിക്രാന്ത് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ ഗവൺമെന്റ് പറഞ്ഞ കാര്യമാണ്, സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഒരു എയർക്രാഫ്റ്റ് കരിയറും കൂടി വളരെ പെട്ടെന്ന് 2025 കൂടി ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട് GS-3 വാരിയസ് ഫോഴ്സസ് ഏജൻസീസ് ആൻഡ് ദർ മാൻഡേറ്റ്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പുതിയ ന്യൂസ് വന്നിട്ടുള്ളത്. കാരണം ഇന്ത്യ പുതിയൊരു എയർക്രാഫ്റ്റ് കരിയർ നോക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ കൊച്ചിൻ ഷിപ്പ്യാർഡ്, വീണ്ടും കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. പുതിയൊരു എയർക്രാഫ്റ്റ് കരിയർ IAC-2 വിക്രാന്ത് ക്ലാസ്സിലുള്ള ഒരു പുതിയ എയർക്രാഫ്റ്റ്. പക്ഷെ വിക്രാന്തിനെക്കാട്ടും കുറച്ചുകൂടി സ്റ്റെൽത്ത് കണ്ടീഷൻസ് ഒക്കെ കൂടിയിരിക്കുന്ന, കാപ്പബിലിറ്റീസ് ഒക്കെ കുറച്ച് കൂടിയിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് കരിയർ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, വൈ ഇന്ത്യ നീഡ്സ് ന്യൂ എയർക്രാഫ്റ്റ് കരിയർ? നമുക്ക് നോക്കാം ഇത് ആവശ്യമായിട്ടുണ്ടോ ഇന്ത്യക്ക്.
സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രാറ്റജിക് ഡിപ്ലോയ്മെന്റ്. ഇപ്പം ഫുൾഫിൽ ഫോർ ദ നേവീസ് റിക്വയർമെന്റ്. അതായത് നമുക്ക് നിലവിലുള്ളത് INS വിക്രമാദിത്യ, അതുപോലെ തന്നെ INS വിക്രാന്ത്. ഈ വിക്രമാദിത്യ റീസെന്റ് ഒരു ഡീകമ്മീഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ മിക്കവാറും കാരണം അത്രത്തോളം സെൽഫ് കപ്പാസിറ്റിയും പുതിയ ടെക്നോളജീസ് ഒന്നും ആഡ് ചെയ്തത്. വിക്രാന്ത് എന്നിരുന്നാൽ പോലും കുറച്ചുകൂടി ഒരു ന്യൂവർ ടെക്നോളജീസ് ആഡ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് നേവിയൽ കേസിൽ നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളൊരു വാറിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് സീബോർഡ്, അതായത് ഒന്ന് ഈ വാറിന് കോമ്പാറ്റ് ഏരിയയിലേക്ക് ഉണ്ടാവും വേണം. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് റിസർവിലായിട്ട് ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് രണ്ട് ഷിപ്പുകൾ ഓൾറെഡി രണ്ട് എയർക്രാഫ്റ്റ് കരിയേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇതിൽ വിക്രമാദിത്യന്റെ കണ്ടീഷൻ നമുക്ക് അറിയാത്തതുകൊണ്ട് അത് ഡീകമ്മീഷൻ ചെയ്യുന്നതിന് മുന്നേ പുതിയ എയർക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യും. കാരണം INS വിക്രാന്ത് വേണമെങ്കിൽ സീബോർഡിലേക്ക് പോകും. ഒരു റിസർവ് ആയിട്ട് നമുക്കൊരു എയർക്രാഫ്റ്റ് അവിടെ കൊണ്ടുവെക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നേവൽ കണ്ടീഷൻസ് പോകുന്നത്. അങ്ങനെയാണ് ഒന്ന് റിസർവിന് എപ്പോഴും ഉണ്ടായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടാമത്തെ അവോയ്ഡ് ഹൈ കോസ്റ്റ് ഓഫ് റിസ്ക് റിവൈവൽ എന്ന് പറയും. ദാറ്റ് മീൻസ് സബ്മറൈൻ റീബിൽഡിംഗ്. നമുക്ക് ഒരുപാട് സബ്മറൈൻസ് ഉണ്ട്. സബ്മറൈൻ റിവൈവൽസിലേക്ക് ഇപ്പം എയർക്രാഫ്റ്റ് കരിയറിന് പകരമായിട്ട് സബ്മറൈൻസിനെ ഫോക്കസ് ചെയ്യാം. അപ്പം സബ്മറൈൻസിനെ ഫോക്കസ് ചെയ്യുന്ന കോസ്റ്റ് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള സ്കില്ലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിന് പകരമായിട്ട് ഇപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ചിട്ട് ഓൾറെഡി വിക്രാന്ത് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം എയർക്രാഫ്റ്റ് കരിയേഴ്സ് മേക്ക് ചെയ്യുന്ന ഹൈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ കൗണ്ടർ A2AD ത്രെറ്റ്സ്. A2AD ത്രെറ്റ്സ് എന്ന് വെച്ചാൽ ചൈന ആൻഡ് പാകിസ്ഥാൻ ഇൻഡ്യൂസർ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ആന്റി ആക്സസ് ആൻഡ് ആന്റി ഡിനൈൽ, AAAD, ആന്റി ആക്സസ് ആൻഡ് ആന്റി ഡിനൈൽ. ഇപ്പൊ ആന്റി ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈനയുടെ ഈസ്റ്റ് ചൈന ആൻഡ് സൗത്ത് ചൈന പോളിസി വന്ന സമയത്ത് US പസഫിക് ഏരിയസിനകത്തേക്ക് മറ്റ് കൺട്രീസ് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ US സ്വമേധയോ വിചാരിച്ചിട്ട് ആ 9 ലൈൻ പോളിസി ഒക്കെ ഉണ്ടായിരുന്നു. അറിയോന്ന് അറിയില്ല. അപ്പൊ ആ പോളിസി സമയത്ത് ഇന്തോ പസഫിക് റീജിയനിലേക്ക് US ഈ ഒരു ഒരുപാട് നേവൽ ഷിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൈനയുടെ അഗ്രസീവ് പോളിസി നടത്താൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസിൽ ചൈന എടുത്തിരിക്കുന്ന പുതിയൊരു സ്ട്രാറ്റജിക് ടേംസ് ആണ് ആന്റി ആക്സസ് ആൻഡ് ആന്റി ഡിനയൽ. അതായത് നമുക്കൊരു ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, ഇതാണ് നമ്മുടെ ബോർഡർ എന്ന് പറയുന്നത്. അതിൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ടെങ്കിലും അതിന്റെ കുറച്ച് ബിയോണ്ട് ആയിട്ടുള്ള കുറച്ച് ഏരിയാസിനും കൂടി കവർ ചെയ്തിട്ട് ഇതൊരു ആന്റി ആക്സസ് ഏരിയ ആണ്. അത് മറ്റൊരു ഷിപ്പുകളും ഇങ്ങോട്ടേക്ക് മറ്റൊരു തരത്തിലുള്ള രാജ്യങ്ങളുടെ ആക്സസ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആക്സസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ മിസൈൽസ് ഒക്കെ ലോഞ്ച് ചെയ്ത് അതിനെ താഴേക്ക് തള്ളും. ഇതാണ് ആന്റി ആക്സസ്. സോ ഇത് സെയിം കൈൻഡ് ഓഫ് സാധനമാണ് ആന്റി ഡിനയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ മറ്റൊരു ഏരിയയിലേക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സോ അത് ചൈനയുടെ ആന്റി ഡിനയൽ ഏരിയയിലാണെന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ആന്റി ആക്സസ് ആന്റി ഡിനയൽ ത്രെറ്റ്സുകൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. അവരെങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്തത്? ഓട്ടോമാറ്റിക്കലി ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും റോക്കറ്റ് ലോഞ്ചേഴ്സ് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പം ഈ ഒരു ത്രെറ്റുകൾ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജീസും കൂടി ആഡ് ചെയ്യാന്നാണ് നമ്മൾ പുതിയ എയർക്രാഫ്റ്റ് കരിയേഴ്സിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ ഇൻഡിജിനൈസേഷൻ ഓഫ് ഷിപ്പ് ബിൽഡിംഗ്. ഓക്കെ, പുതിയ IAC ഇന്ത്യൻ എയർക്രാഫ്റ്റ് 2 എന്ന് വെച്ചുള്ളത് കുറച്ചുകൂടി ലോക്കൽ കണ്ടന്റുകൾ ആഡ് ചെയ്തുകൊണ്ട് INS വിക്രാന്തിനെക്കാട്ടും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷനിലാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇതിലൂടെ നമ്മുടെ ഇൻഡിജിനൈസേഷൻ ഓഫ് ഷിപ്പ് ബിൽഡിംഗ് ടെക്, നമ്മൾ പലപ്പോഴും ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എയർക്രാഫ്റ്റ് കരിയേഴ്സിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളാണ് ഫോക്കസ്. അതിന് പകരമായിട്ട് സെൽഫ് റിലയൻസ് ആകുക. ഓക്കെ, ദാറ്റ് മീൻസ് ഇന്ത്യക്ക് തന്നെ ഇത് മേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കണ്ടീഷൻസിലേക്ക് പോവുക. അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ പുതിയ എയർക്രാഫ്റ്റ് കരിയേഴ്സ് കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ബട്ട് പുതിയ എയർക്രാഫ്റ്റ് കൊണ്ടുവരുന്നത് ആവശ്യമായിട്ടുണ്ടോ? ഒരു ക്രിട്ടിക്സിലേക്ക് നമുക്ക് നോക്കുകയാണ്. നമ്മൾ ക്രിട്ടിക്കൽ തോട്ട് പ്രോസസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്രിട്ടിക്സ് എന്താണ് പറയുന്നത്? ഒന്നാമത്തെ കാര്യം ഹൈ കോസ്റ്റ് കൺസേൺ. ഏകദേശം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് $5 to 6 ബില്യൺ ആണ് ആവശ്യമായിട്ടുള്ളത്. അത് നിലവിൽ നമുക്ക് ഒരു വളരെ വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആയിരിക്കും സ്റ്റേറ്റ് നൽകുന്നത്. എന്താ ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഈ A2AD ടെക്നോളജീസിനെ കൗണ്ടർ ചെയ്യാനുള്ള പുതിയ ടെക്നോളജീസ് ആഡ് ചെയ്തിട്ടാണ് IAC2 തുടങ്ങുന്നത്. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ്നെസ് ആവും എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. കാരണം നമ്മുടെ ടെക്നോളജി ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ആന്റി ആക്സസ് ആൻഡ് ആന്റി ഡിനയൽ, ഏരിയ ഡിനയൽ എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാപ്പബിലിറ്റീസ് അതിന് എത്രത്തോളം നമ്മുടെ പുതിയ ടെക്നോളജീസ് വെച്ചിട്ട് മേക്കും വരുന്ന അറിയില്ല. ദെൻ ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ്. ക്രിട്ടിക്സ് പറഞ്ഞിരിക്കുന്ന കാര്യം വെറുതെ ഈ ഒരു എയർക്രാഫ്റ്റ് കരിയേഴ്സ് ഇൻഡിജിനിയസ് എയർക്രാഫ്റ്റ് കരിയേഴ്സ് മേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്മറൈൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഡിനയൽ പർപ്പസിന് വേണ്ടിയിട്ട് സബ്മറൈൻസ് യൂസ് ചെയ്യാം. അപ്പം
ഒരു സ്ഥലത്ത് ഒരു ഏരിയയിലേക്ക് നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സബ്മറൈൻസ് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ. പിന്നെ കൂടുതലും ഈ ഇന്ത്യൻ എയർക്രാഫ്റ്റ് കരിയേഴ്സിനെക്കാട്ടും ഹെൽപ്പിംഗ് ആയിട്ട് വരുന്നത് സബ്മറൈൻസ് ആണ്. ഇപ്പോൾ സബ്മറൈൻസിന്റെ മേക്കിംഗ് വളരെ ചീപ്പറാണ്. അതുപോലെ തന്നെ ലെസ് വൾണറബിൾ ആണ്. അറ്റാക്കിനൊക്കെ ലെസ് വൾണറബിൾ ആണ് സബ്മറൈൻസ്. സബ്മറൈൻസ് ഉണ്ടാക്കിയാൽ പോലെ എന്തിനാണ് നിങ്ങൾ എയർക്രാഫ്റ്റ് കരിയേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്? ഓൾറെഡി സ്ട്രാറ്റജീസ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്രിട്ടിക്സ് ഉള്ള റിസോഴ്സ് അലോക്കേഷൻസ്. ക്രിട്ടിക്സ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ ഈ വലിയ പൈസക്ക് ഈ എയർക്രാഫ്റ്റ് കരിയേഴ്സൊക്കെ മേക്കിങ്ങിന് വരുമ്പോഴത്തെ നിലവിൽ ആർമി ഏരിയാസിൽ അല്ലെങ്കിൽ മറ്റ് ഫോഴ്സിൽ ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ നിങ്ങൾ ആദ്യം തീർക്കാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ സബ്മറൈൻസ് നമുക്ക് കുറവാണ്, അത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കോർവറ്റീസ് കുറവാണ്, മൈൻ സ്വീപ്പേഴ്സ് കുറവാണ്, ഡിസ്ട്രോയേഴ്സ്, ഫ്രിഗേറ്റ്സ്, നേവൽ യൂട്ടിലിറ്റി ഹെലികോപ്റ്റേഴ്സ്, നേവി കണ്ടീഷൻ യൂട്ടിലിറ്റി ഹെലികോപ്റ്റേഴ്സ് കുറവാണ്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് UAVs കുറവാണ്. അതിന് മറ്റ് പല കാര്യങ്ങളും കുറവാണ്. നിങ്ങൾ ആദ്യം ആ ഒരു കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക, എന്നിട്ട് നമുക്ക് എയർക്രാഫ്റ്റ് കരിയറിൽ പോയിക്കോട്ടെ. റിസോഴ്സ് പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എയർഫോഴ്സിന്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ എയർഫോഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യം, ആവശ്യമില്ലാതെ എയർക്രാഫ്റ്റ് കരിയേഴ്സ് ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ്, ലാൻഡ് ബേസ്ഡ് ഫൈറ്റേഴ്സ് ഓക്കെ, ലാൻഡ് ബേസ്ഡ് ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ജാഗ്വാർ, അതുപോലെ തന്നെ സുഖോയ് 30 MKI തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽസും കാര്യങ്ങളൊക്കെ സ്ട്രൈക്ക് കപ്പാസിറ്റി ബിൽഡ് എക്യൂപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതല്ലേ കുറച്ചുകൂടി നല്ലത്. ഫോർ എക്സാമ്പിൾ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഒരു എയർക്രാഫ്റ്റ് കരിയർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ കുറച്ച് ഈ ജാഗോസും അല്ലെങ്കിൽ സുഖോയ് 30 കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലതെന്നാണ് എയർഫോഴ്സിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിട്ടുള്ളത്. എത്രത്തോളം പൈസ ആവശ്യമായിട്ടില്ല. $5 to $6 billion വരെ ഒന്നും ആവശ്യമായിട്ടില്ല എയർക്രാഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ എയർഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് നമ്മ ഇതേ രീതിയിൽ എയർക്രാഫ്റ്റ് കരിയേഴ്സ് ഉപയോഗിക്കുന്ന സെയിം കൈൻഡ് ഓഫ് ടെക്നോളജീസും സെയിം കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസും നമുക്ക് 2-3 റോക്കറ്റ് അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അതിന് എക്സാമ്പിൾസ് പറഞ്ഞത് ജാഗോസ്, S-30 MK പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. ഇതാണ് ക്രിട്ടിക്സ് പറഞ്ഞിരിക്കുന്ന 5-6 പോയിന്റ്സ് തന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദ്യത്തിൽ വന്നത്. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ ഫൈനൽ ടോപ്പിക് ഫ്രം മെയിൻസ് പെർസ്പെക്റ്റീവ്, IT ലോസ് അഡ്വൈസറി ഓൺ മറൈൻ പൊല്യൂഷൻ. ഓക്കെ, സോ നമുക്ക് IT ലോസ്, UN ക്ലോസ്, അതുപോലെ തന്നെ ഓസിസ്, AOSIS, ഇത്രയും സാധനങ്ങള് എന്തൊക്കെയാണ്? COP26 പാരീസ് എഗ്രിമെന്റ്, നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇതിന്റെ ഡെഫിനിഷൻസ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് റീസെന്റ് ആയിട്ട് IT ലോസ് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ലോ ഓഫ് ദ സീ. അപ്പൊ എന്തെങ്കിലും സീ പരമായിട്ടുള്ള അല്ലെങ്കിൽ ഓഷ്യൻ പരമായിട്ടുള്ള ഒരു കേസുകൾ വന്നു കഴിഞ്ഞാൽ ആ കേസുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ട്രിബ്യൂണലാണ് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ലോ ഓഫ് ദ സീ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ട്രിബ്യൂണൽ വർക്ക് ചെയ്യുന്നത് അണ്ടർ ദ ഒബ്ലിഗേഷൻസ് ഓഫ് UN ക്ലോസ്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓഫ് ലോ ഓഫ് ദ സീ. അപ്പൊ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ലോ ഓഫ് ദ സീ എന്നത്, അതായത് മാരിടൈം ഏരിയസിന്റെ അകത്തേക്ക് രാജ്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിയമങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് UNCLOS. അപ്പൊ UNCLOSന്റെ അണ്ടറിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ IT ലോസിനാണ് സജസ്റ്റ് ചെയ്യുക. അപ്പൊ പലപ്പോഴും ഈ ട്രിബ്യൂണൽസ് മാത്രം, കാരണം അഡ്വൈസറി ഒപ്പീനിയൻസ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഒരു രാജ്യങ്ങളുടെ മുകളിലും നിങ്ങൾ അത് ചെയ്യണമെന്ന് ഒബ്ലിഗേറ്ററി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ രാജ്യങ്ങൾ ഇതിനകത്തേക്ക് നിൽക്കില്ല. ഇന്റർനാഷണൽ മൾട്ടിലാറ്ററൽ ഓപ്പറേഷൻസിലോ മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാം ഒരു അഡ്വൈസറി ഒപ്പീനിയൻ ആയിരിക്കും. ഓക്കെ, നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളും ചെയ്യില്ല. പല രാജ്യങ്ങളും ചിലപ്പോൾ ആ ഒരു കമ്മീഷനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകും. അപ്പൊ ഇവിടെ യുൻക്ലോസിന്റെ ഒരു ട്രിബ്യൂണലാണ് IT ലോസ്. മാരിടൈം ഇഷ്യൂസുകളൊക്കെ കണ്ട് പഠിച്ചതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള അഡ്വൈസസ് കൊടുക്കുന്ന ഒരു ബോഡിയാണ്. ഓക്കെ, അപ്പൊ റീസെന്റ് ആയിട്ട് IT ലോസ് ഈ ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെ തന്നെ മറൈൻ പൊല്യൂഷൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, മറൈൻ പൊല്യൂഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞു നെസസറി ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ്, അതായത് അവൈലബിൾ ആയിട്ടുള്ള സയന്റിഫിക് ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് കുറക്കാൻ പറ്റുമെങ്കിൽ കുറച്ചോളൂ, അല്ലെങ്കിൽ വളരെ ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇത് ആർക്ക് ഇഷ്യൂ ആയി മാറുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
അതിനാണ് നമുക്ക് സ്മോൾ ഐലൻഡ്സിന്റെ ഗ്രൂപ്പ് ഉള്ളത്. സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇന്റർനാഷണൽ ലോസ്, അതാണ് കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ പലപ്പോഴും നമ്മൾ വലിയ കൺട്രീസ് ഉണ്ടാക്കുന്ന മറൈൻ പൊല്യൂഷൻസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പൊല്യൂഷൻസോ എഫക്ട് ചെയ്യുന്നത് ഈ ചെറിയ ചെറിയ സ്മോൾ ഐലൻഡ്സ് ഗ്രൂപ്പുകളാണ്. എസ്പെഷ്യലി ഫോർ എക്സാമ്പിൾ ലക്ഷദ്വീപ് എടുക്കാം, അത് കോറൽ ഐലൻഡ് ആണ്. സോ ഇത്രത്തോളം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസോ ക്ലൈമറ്റ് ചേഞ്ചോ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് കോറൽ ബ്ലീച്ചിങ്ങുകൾ നടക്കും. കോറൽ ബ്ലീച്ചിങ്ങുകൾ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഏരിയാസ് തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ കോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് COP26. ഓക്കെ, നമ്മളിത് COP26 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള മീറ്റിംഗ് ആണ് COP26 എന്ന് പറഞ്ഞിട്ടുള്ളത്. COP26 അല്ല, COP26, COP27 എന്നൊക്കെ പറയും ഓരോ മീറ്റിങ്ങിന്. അപ്പൊ COP26ന്റെ ഭാഗമായിട്ടാണ് കോസിസ് എന്നൊരു ഒരു ടീമിനെ, ഒരു മെമ്പർ, എന്താണ്, ഒരു കമ്മീഷനെ കൊണ്ടുവന്നതെന്ന് പറയാം. അപ്പം കോസിസ് എന്ന് വെച്ചാൽ സ്മോൾ ഐലൻഡ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. അവർക്ക് ഉള്ള ഇഷ്യൂസിലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി. പക്ഷെ അതിന് മുന്നേ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് എന്തായിരുന്നുള്ളത്? ആ ഗ്രൂപ്പിനാണ് നമ്മൾ അലയൻസ് ഓഫ് സ്മോൾ ഐലൻഡ്സ് സ്റ്റേറ്റ്സ് എന്ന അലയൻസ് ഓഫ് സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് ഓൾറെഡി ഉള്ള ഗ്രൂപ്പാണ്. അപ്പൊ കോസ്റ്റ് എസ്പെഷ്യലി എന്തിനാണ്? ഈ മറൈൻ പൊല്യൂഷൻസിനും ക്ലൈമറ്റ് ചേഞ്ചിനെയും ഫോക്കസ്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇഷ്യൂസുകളും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടാണ് കോസസ് ഉള്ളത്. കോസസിനകത്തേക്ക് ആർക്ക് മെമ്പർഷിപ്പ് കിട്ടും? AOCCയിലുള്ള ആർക്ക് വേണമെങ്കിൽ മെമ്പർഷിപ്പ് കിട്ടും. ദാറ്റ് മീൻസ് അലയൻസ് ഓഫ് സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സുകൾ. സോ അതാണ് AOCC. അതിൽ ആർക്ക് വേണമെങ്കിലും ഇതിനകത്തേക്ക് മെമ്പർഷിപ്പ് കിട്ടും. ഓപ്പൺ ആണ് മെമ്പർഷിപ്പ്. അപ്പൊ എന്തുകൊണ്ടാണ് AOCCന്റെ പ്രത്യേകത എന്താണ്, കോസിന്റെ പ്രത്യേകത നോക്കിയാൽ AOCC ജസ്റ്റ് ഒരു ഗ്രൂപ്പാണ്. കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ചേർന്നിട്ട് ഗ്രൂപ്പ് മാത്രമാണ്, ഐലൻഡ് ഗ്രൂപ്പാണ്. പക്ഷെ കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി അവർക്ക് ഉണ്ടാകുന്ന മറൈൻ പൊല്യൂഷൻസും ക്ലൈമറ്റ് ചേഞ്ചിനും ഫോക്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ് കോസസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. COP26ന്റെ ഭാഗമായിട്ടാണ് കോസസ് ഇവിടെ ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ ഒരു കമ്മീഷൻ. അപ്പൊ കോസസ് എന്ന് പറഞ്ഞിരിക്കുന്ന കമ്മീഷന്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത്, IT ലോസിൽ കേസ് വന്നത് ഇങ്ങനെയായിരുന്നു. പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇന്റർനാഷണൽ ലോ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മീഷന്റെ പുതിയ ഫൈൻഡിങ്സ് നോക്കുകയാണെങ്കിൽ IT ലോസ്, ഇപ്പൊ കോസസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്ത് IT ലോസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കോസസ് റീസെന്റ് ആയിട്ട് IT ലോസിന് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ IT ലോസ് കൺഫേം ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും വലിയ, എന്താണ്, ഹ്യൂമൻ റിലീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ ഒരു മറൈൻ പൊല്യൂഷൻസിന്റെ, മറൈൻ ടെമ്പറേച്ചർ കൂടുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ സയന്റിഫിക് സ്റ്റഡീസ് കോസസ് നടത്തി IT ലോസിന് കൊടുത്താട്ടോ, കേസ് കൊടുത്ത സമയത്ത് എവിഡൻസ് കൊടുക്കില്ല. അപ്പൊ കോസസ് എന്ന് പറഞ്ഞ ഇവിടെ നിങ്ങളൊരു കമ്മീഷൻ അല്ലെങ്കിൽ വക്കീലായിട്ട് രണ്ടാമത് IT ലോസിൽ കോടതിയാലും കാണാം. അപ്പൊ തെളിവുകൾ ശേഖരിച്ച് തെളിവുകൾ കൊണ്ടുപോയി കൊടുക്കുന്നു. Okay. അതുപോലെ തന്നെ ഈ ഒരു CO2യുടെ എമിഷൻസ് ആണ് പലതരത്തിലുള്ള ഓഷ്യൻ അസിഡിഫിക്കേഷൻ അതേപോലെ തന്നെ ടെമ്പറേച്ചർ, ഓഷ്യൻ ടെമ്പറേച്ചർ കൂടുന്നതിന്റെ മെയിൻ കാരണം. പിന്നെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? IT ലോസ് എംഫസൈസ് ചെയ്തു. IT ലോസ് ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടുന്നുണ്ട് പല രാജ്യങ്ങളും. IT ലോസ് പറഞ്ഞു ആസ് പെർ ഉൻക്ലോസിന്റെ അകത്ത് സെക്ഷൻ 194 ക്ലോസ് 1 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മറൈൻ പൊല്യൂഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറൈൻ പൊല്യൂഷൻസ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ നിന്ന് മുക്തി കൊടുക്കുക, മറൈൻ പൊല്യൂഷൻസ് കുറക്കുക എന്നുള്ളത് ഇതൊരു ഒബ്ലിഗേഷൻ ആണ്. ക്ലോസിന് അണ്ടറിൽ 194 ക്ലോസ് 1 പറഞ്ഞൊരു കാര്യമാണ്. രാജ്യങ്ങൾ മറൈൻ പൊല്യൂഷൻസ് കുറച്ചിരിക്കണം, അങ്ങനെ അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കുറച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതില് IT ലോസ് പറഞ്ഞു, ഇൻക്ലോസിൽ പറഞ്ഞിരിക്കുന്ന 194 ക്ലോസ് 1 പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മറൈൻ പൊല്യൂഷൻസ് കുറക്കണം. അതിനാവശ്യമായിട്ട് നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സയൻസ് ആൻഡ് ടെക്നോളജി യൂസ് ചെയ്തോളൂ. അതിന് വേണമെങ്കിൽ നിങ്ങൾ പാരീസ് അഗ്രിമെന്റ് പോലത്തെ, പാരീസ് അഗ്രിമെന്റ് ക്ലൈമറ്റ് ചേഞ്ച് ബന്ധപ്പെട്ടിരിക്കുന്ന അഗ്രിമെന്റ് ആണല്ലോ. പാരീസ് അഗ്രിമെന്റിലാണ് എസ്പെഷ്യലി നമ്മളെ ഗ്ലോബൽ വാർമിംഗ് 1.5 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ലിമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഒബ്ലിഗേറ്ററി ആണ്. അതേപോലെ തന്നെ പാരീസ് അഗ്രിമെന്റ് പോലുള്ള മറ്റ് ഒബ്ലിഗേഷൻസ് നിങ്ങൾ രാജ്യങ്ങൾ തന്നെ എടുക്കാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം സ്റ്റാൻഡേർഡ് ഫോർ ദ ഒബ്ലിഗേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് പല രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും പലതരത്തിലുള്ള മറൈൻ പൊല്യൂഷൻസ്, നമുക്ക് ഫോർ എക്സാമ്പിൾ ഓയിൽ സ്പിൽ ഓവർ, അതൊരു മറൈൻ പൊല്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ ഈ നമ്മൾ തൊട്ട് മുന്നേ ഈ ഇന്റലിജൻസ് എയർക്രാഫ്റ്റ് പഠിച്ചു, ഇങ്ങനെയുള്ള എയർക്രാഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ മറൈൻ ഏരിയാസിലേക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പൊല്യൂഷൻസ് ആണ് ഉണ്ടാകുന്നത്.
അപ്പം ഇവിടെ സ്റ്റാൻഡേർഡ് ഫോർ സ്റ്റേറ്റ് ഒബ്ലിഗേഷൻ എന്നുള്ളത് IT ലോസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു സീരിയസ് റിസ്ക് ആയിട്ട് എല്ലാ സ്റ്റേറ്റുകളും കാണണം. ഇതൊരു ചെറിയ സ്റ്റേറ്റുകൾ ഐലൻഡ് ഗ്രൂപ്പുകൾക്ക് മാത്രമാണ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും എല്ലാവരും ഒരേപോലെ കാണണം. അതേപോലെ തന്നെ ഒരേപോലെ നിങ്ങൾ ഇതിന് ഒബ്ലിഗേറ്ററി ആയിട്ട് ഇതിന് ഒരു തീരുമാനം എടുത്തിരിക്കണം. കാരണം IT ലോസ് ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ്. അഡ്വൈസറി കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റുകളും മസ്റ്റ്ലി GHG ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസുകൾ കുറക്കണം. ഓക്കെ, ബട്ട് കുറക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അവർ പറഞ്ഞു, IT ലോസ് പറഞ്ഞു നിങ്ങളത് കുറക്കണം, പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പതുക്കെ പതുക്കെ കുറച്ചാൽ മതി. സ്റ്റേറ്റിന് അങ്ങനത്തെ ഒരു ഒബ്ലിഗേഷൻസ് കൊടുക്കും. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൺട്രീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൺട്രീസിനായി ഒബ്ലിഗേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതന്നെ ആർക്കാണ് കൊടുത്തത്? വലിയ വലിയ രാജ്യങ്ങൾക്കാണ് ഒബ്ലിഗേഷൻ കൊടുക്കുന്നത്. ഒരിക്കലും ഈ കോഴ്സ് നിൽക്കുന്ന ചെറിയ കൺട്രീസ് അല്ല. ബിക്കോസ് ഉൻക്ലോസിന് അണ്ടറിലാണ് ഈ ഒരു IT ലോസ് അഡ്വൈസറി ബോർഡ് ഉള്ളത്. ഉൻക്ലോസിന് അണ്ടർ എല്ലാ രാജ്യങ്ങളും, മാരിടൈം അണ്ടർ എല്ലാ രാജ്യങ്ങളും ഉള്ളതാണ് ഉൻക്ലോസ്. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓഫ് ലോ ഓഫ് ദ സീ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ IT ലോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ സ്റ്റേറ്റ്സിനോടും കൂടിയിട്ടാണ്, സ്മോൾ ഐലൻഡ് ഗ്രൂപ്പിന് മാത്രമായിട്ട് പറഞ്ഞ കാര്യമല്ല. then കളക്റ്റീവ് ആയിട്ട് ഇൻട്രസ്റ്റ്. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ മറൈൻ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ബോർഡർലെസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ചില രാജ്യങ്ങൾ മാത്രം ചെയ്യുന്നു, ചില രാജ്യങ്ങൾ മാത്രം അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കണം. കളക്റ്റീവ് ആയിട്ട് ഇൻട്രസ്റ്റ് ആണ്. എല്ലാ രാജ്യങ്ങളും വിചാരിക്കണം ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറക്കണം എന്ന്. ഓക്കെ, ജസ്റ്റ് ഇത് ബൈലാറ്ററൽ ഇഷ്യൂ അല്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കുറക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഐലൻഡ് ഗ്രൂപ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ഐലൻഡ് ഗ്രൂപ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ത്യ ചെയ്യണം എന്നൊന്നല്ല. ഒരു ബൈലാറ്ററൽ ഇഷ്യൂ മാത്രമല്ല, ഒരു മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള കളക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരും ഒരേപോലെ ഇന്റർനാഷണൽ ലോ, എൻവയറമെന്റ് ലോ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതർ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെതർലാൻഡിൽ റീസെന്റ് ആയിട്ട് നെതർലാൻഡ് സുപ്രീം കോർട്ട് പറഞ്ഞ കാര്യമുണ്ട്. അവര് കോൺക്രീറ്റ് ആയിട്ടുള്ള എമിഷൻ ടാർഗറ്റുകൾ വെച്ചു കൊടുത്തു. സോ എന്താണ്, 1990 കാലഘട്ടങ്ങളിൽ ഉള്ള എമിഷൻസ് പോലെ അതിനേക്കാൾ 25% എമിഷൻസുകൾ നിങ്ങൾ കുറച്ചിരിക്കണം എന്ന് പറഞ്ഞു. നെതർലാൻഡ് ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 1990 നമ്മളെ രാജ്യത്തിൽ എത്ര എമിഷൻസ് ഉണ്ടോ അതിനെക്കാട്ടും 25% എമിഷൻസ് നിങ്ങൾ കുറക്കണം. ഇപ്പോഴാകുന്ന സമയത്ത് 2025 ആവുന്നതിനുള്ളിൽ നെതർലാൻഡ്സിലൊക്കെ എമിഷൻസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ IT ലോസിന്റെ ഇപ്പോഴുള്ള ഈ ഒരു ഡിസിഷൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള, അതായത് നെതർലാൻഡ്സിന്റെ ഇത്തരത്തിലുള്ള ആക്ഷൻസുകൾ, അതേപോലെയുള്ള കാര്യങ്ങൾ IT ലോസും എടുക്കണം എന്നാണ് പറയുന്നത്. IT ലോസ് അഡ്വൈസറി ബോഡിയാണ്. നിങ്ങൾ അഡ്വൈസറി ബോഡി അല്ല, നിങ്ങൾ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അപ്പം IT ലോസിന്റെ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. റീസെന്റ് ആയിട്ട് 2025 ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഈ ഒരു മറൈൻ പൊല്യൂഷനെ ബന്ധപ്പെട്ടിരിക്കുന്ന കേസ് എത്താൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കേസ് അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊസീഡിങ്സോ അതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒബ്ലിഗേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. കാരണം ICJയിലേക്ക് ഒരു കേസ് എത്തട്ടെ, എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിലിജന്റ് ആയിരിക്കും. കാരണം IT ലോസ് അഡ്വൈസറി ബോഡി മാത്രമാണല്ലോ. സോ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? IT ലോസിന് ഒപ്പീനിയൻ കൊടുത്തതിന് ശേഷം IT ലോസിന് തന്നെ ഉള്ളൊരു ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ലാക്ക് ഓഫ് കോൺക്രീറ്റ് മെത്തഡോളജി. നിങ്ങൾ ഈ എമിഷൻസുകൾ കുറക്കണം, നിങ്ങൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കുറക്കണം എന്ന് സ്റ്റേറ്റിനോട് IT ലോസിന് ഒരു അഡ്വൈസ് ആയിട്ട് പറയാമെന്നല്ലാതെ സെറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്താണ് ഇപ്പം അവർ പറഞ്ഞത്? IT ലോസ് അവൈലബിൾ ആയിട്ടുള്ള സയന്റിഫിക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് കുറക്കണമെന്നാണ്. ബട്ട് എങ്ങനെ കുറക്കണം, എത്രത്തോളം പെർസെന്റേജ് കുറക്കണം, അതിനുള്ള ടെക്നോളജീസ് കൊടുത്തില്ലെങ്കിലും എത്രത്തോളം നിങ്ങൾ കുറച്ചിരിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ കുറച്ചാൽ മതി, ഒരു ടാർഗറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ദെൻ ഇക്വിറ്റി കൺസിഡറേഷൻ. എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ കുറക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം CBDR, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മറ്റേതോ രാജ്യങ്ങൾ പണ്ടേതോ കാലത്ത് ചെയ്ത് അവർ ഡെവലപ്ഡ് കൺട്രീസ് ആയി. നമ്മൾ ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ചേ പറ്റും. അപ്പൊ ഇക്വിറ്റി കൺസിഡറേഷൻ നമ്മൾ നൽകിയിരിക്കണം. ദാറ്റ് മീൻസ് എല്ലാ സ്റ്റേറ്റുകളും ഒരേ രീതിയിൽ കുറക്കണം എന്ന് പറയുന്നില്ല. കാരണം സ്റ്റേറ്റിന്റെ കപ്പാസിറ്റി അനുസരിച്ച്, സ്റ്റേറ്റിന്റെ ഫണ്ടിനനുസരിച്ചിട്ടോ, സ്റ്റേറ്റിന്റെ അവിടുത്തെ ഡെമോക്രാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. എല്ലാവരും ഒരേപോലെ 10% വീതം എല്ലാവരും കുറക്കണം എന്നില്ല. ഓരോ സ്റ്റേറ്റിനും ഇന്ത്യ ആൻഡ് UK എടുക്കാനുള്ള സമയത്ത് ഇന്ത്യനോട് വെറും 5% നിങ്ങൾ റിഡ്യൂക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK ആണെങ്കിൽ 10 പറയും. UK ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്. ഇതാണ് ഇക്വിറ്റി കൺസിഡറേഷൻ എന്നുള്ളത്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. ഇതിനാണ് നമ്മൾ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എമിഷൻസ് കുറക്കാൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട്. ഇത് IT ലോസിലുള്ള കാര്യമല്ല, ഇത് പുറത്തുള്ള കാര്യം കേട്ടോ. IT ലോസിൽ പറഞ്ഞ കാര്യമേ അല്ല. ദെൻ അഡ്വൈസറി നാച്ചർ, ഇമ്പോർട്ടന്റ് കാര്യം. IT ലോസ് എന്നുള്ളത് ഒരു അഡ്വൈസറി ഒപ്പീനിയൻ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഒരു അഡ്വൈസറി കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. അവർക്ക് ഒരു കോൺക്രീറ്റ് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഒരു ലീഗലി ബൈൻഡിങ് അല്ല.
അതുകൊണ്ട് തന്നെ ആരും ഇത് ചെയ്യില്ല. കാരണം വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പൊ ഐ.ടി ലോസ് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കണം. പക്ഷെ രാജ്യങ്ങൾ ചെയ്യില്ല. കാരണം രാജ്യങ്ങൾ എല്ലാവരും ആ ഒരു എസ്കേപ്പിംഗ് ലൂപ്പ് ഹോൾസ് കണ്ടിട്ട് ഒന്നും ചെയ്യാതെ പോകാനാണ് ശ്രമിക്കാറുള്ളത്. Okay. ഇതാണ് ഇതിന്റെ ഐ.ടി ലോസിന്റെ ഒപ്പീനിയൻ ലിമിറ്റേഷൻസ്. ഐ.ടി ലോസ് പറഞ്ഞ കാര്യം വെച്ചാൽ റീസെന്റ് ആയിട്ട് കോസിസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആലൻ ഗ്രൂപ്പിന്റെ ക്ലൈമറ്റ് ചേഞ്ച് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഒരു കേസ് വന്ന സമയത്ത് ഐ.ടി ലോസ് ഉൻക്ലോസിന്റെ ഒരു അഡ്വൈസറി ബോഡിയാണ്. ആ അഡ്വൈസറി ബോഡി പറഞ്ഞ കാര്യമാണ് നിങ്ങൾ മറൈൻ പൊല്യൂഷൻസ് കുറക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഐലൻഡുകൾ ഇവിടെ ഇല്ലാതാവുന്ന നിങ്ങൾ കാണേണ്ടി വരും. ഓഷ്യൻ ടെമ്പറേച്ചർ കൂടുന്നു. അതുപോലെ തന്നെ അയൺ ഗ്രൂപ്പുകളുടെ കോറൽ ലീവ്സ്, അതുപോലെ തന്നെ അവര് ചിലപ്പം മത്സ്യബന്ധനത്തിലൊക്കെ ആയിരിക്കും അവർ ജീവിക്കുന്നത്. മത്സ്യബന്ധനത്തിലുള്ള മീനുകളൊന്നും ഉണ്ടാകുന്നത് കാരണം ഓഷ്യൻ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓഷ്യൻ ആസിഡിഫിക്കേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി മീനിന്റെ പ്രജനനങ്ങളും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരുപാട് ഇഷ്യൂസുകൾ വരും. ഓക്കെ, മറൈൻ റിസോഴ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദെൻ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളിലാണ്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ, ഹൗ ഹീറ്റ് ഇമ്പാക്ട്സ് അവർ ലൈഫ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പം ഹീറ്റ് വേവ്സിന്റെ പോസിറ്റീവുകൾ നെഗറ്റീവ്സുകളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഹീറ്റിന്റെ ഒരു പോസിറ്റീവ് സൈഡും കൂടി ജസ്റ്റ് നോക്കുക എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഹീറ്റ് നമ്മുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങളെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് ഹീറ്റ് ഇമ്പാക്ട് ചെയ്യുന്നത്, സയൻസ് ആൻഡ് ടെക്നോളജിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹീറ്റിന്റെ ഡെഫിനേഷൻ നോക്കാം. എന്താണ് ഹീറ്റിന്റെ ഡെഫിനേഷൻ? ഹീറ്റിന്റെ ഡെഫിനേഷൻ മൈക്രോസ്കോപ്പിക് വ്യൂവിൽ നോക്കാം, നമുക്ക് മാക്രോസ്കോപ്പിക് വ്യൂവിൽ നോക്കാം. മൈക്രോസ്കോപ്പിക് വ്യൂവിലാണെന്നെങ്കിൽ ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ഒരു 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 പ്രൊഡക്റ്റിന്റെ അണ്ടറിലുള്ള പാർട്ടിക്കിൾസിന്റെ ഫാസ്റ്റ് മൂവിങ് ആണ്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി അച്ചീവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കൈ തമ്മിൽ ഉരസുന്ന സമയത്ത് കൈ ചൂടാവുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ ചെയ്യുന്നത്? നിങ്ങൾ ഒരു കൈനറ്റിക് എനർജി അവിടെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആ കൈനറ്റിക് എനർജിയിലൂടെ നിങ്ങളുടെ സെൽസിലുള്ള മോളിക്യൂൾസ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഫാസ്റ്റ് മൂവിങ് ആണ് ആക്ച്വലി നമ്മുടെ ഹീറ്റ് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മൈക്രോസ്കോപ്പിക് വ്യൂ? ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനർജിയാണ്. ദാറ്റ് മീൻസ് തെർമോഡൈനാമിക്സിൽ പറയുന്ന പോലെ ഹീറ്റ് ഇസ് ലൈക്ക് ഫോം ഓഫ് എനർജി ആണ് ഇതിന്റെ മാക്രോസ്കോപ്പിക് വ്യൂ എന്ന് പറയുന്നത്. ഒന്നിന് നമ്മൾ രണ്ട് രീതിയിൽ കാണുമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഹീറ്റ് ട്രാൻസ്ഫറിങ് നമുക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻസ്, നമ്മൾ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ രണ്ട് കാര്യങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, എപ്പോൾ വരെ എക്സ്ചേഞ്ച് ചെയ്യും? ഒരു തെർമൽ ഇക്വിലിബ്രിയം റീച്ച് ആകുന്നവരെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനാണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ സെക്കൻഡ് തിങ്, ഒരു ഏരിയയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് മറ്റൊരു ഏരിയയിലേക്ക് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എയർ കണ്ടീഷൻ, നമ്മളെ റൂമിന്റെ അകത്ത് നിന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്തതിനു ശേഷം റൂമിന്റെ വെളിയിലേക്ക് ഹീറ്റ് എന്ത് കൊടുക്കുന്നു, ഡിസിപ്പേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഹീറ്റ് ട്രാൻസ്ഫറിങ് രണ്ട് രീതിയിലാണ്. ഇപ്പൊ രണ്ട് സാധനങ്ങൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫറിങ് നടത്തും. മറ്റേത് ഒന്നിൽ നിന്ന് ഹീറ്റ് കളക്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫറിങ് ആണ്. രണ്ടും ഹീറ്റ് ട്രാൻസ്ഫറിങ് ആണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചൂടുവെള്ളത്തിനകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ, രണ്ടാമത് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന AC ആയിരിക്കും. കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻടു മെക്കാനിക്കൽ എനർജി. അപ്പൊ ഹീറ്റ് നമുക്ക് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, അതുപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റുകൾ ഉണ്ടല്ലേ. ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, ഇതിൽ രണ്ട് സൈക്കിൾസുകൾ മാത്രം പഠിച്ചത്. ഒന്നിൽ കാർനോട്ട് സൈക്കിൾ, അതുപോലെ തന്നെ ഇതിൽ റാങ്കിൻ സൈക്കിൾസ് ആണ്. ഇത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആട്ടോ, കാർനോട്ട് സൈക്കിൾ ആൻഡ് റാങ്കിൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്റേണൽ കമ്പഷന്റെ അകത്ത് നമുക്ക് 4 മെത്തേഡ്സ് നമുക്ക് അറിയില്ലേ. മെഷീൻസിന്റെ വർക്കിംഗ് ഒക്കെ അറിയുന്ന ആളുകൾ, മെക്കാനിക്കൽ പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും. പിസ്റ്റൻസിന്റെ വർക്കിങ്ങും, ക്രാങ്ക് എന്താണ്, പിസ്റ്റൺ എന്താണ്, എങ്ങനെയാണ് ഇത് കത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം നമ്മൾ അവിടെ ഹീറ്റിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആണ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ ഇത് ഇങ്ങനെയൊക്കെ ഹീറ്റിന് ഉപയോഗിക്കാൻ പറ്റും. വെറും ഹീറ്റ് വേവ്സും അതുപോലെ തന്നെ ചൂട് കൂടി കഴിഞ്ഞാൽ തെർമൽ ഇത് മാത്രം ഉണ്ടാകുന്നില്ല. ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ് മനസ്സിലുള്ളത്? ആന്റിതീസിസ് കണ്ടെത്താനുള്ള ആന്റിതീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഹീറ്റിനെ നമുക്ക് മെക്കാനിക്കൽ എനർജി ആയിട്ട്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്റെ അത് നമ്മൾ ഫ്യൂവൽ കൊടുക്കുന്നു. നമ്മുടെ വീട്ടിൽ കാറും ബൈക്കൊക്കെ ഇല്ലേ, ഫ്യൂവൽ കൊടുക്കുന്നു, എന്താ സംഭവിക്കുന്നത്? അത് കത്തുന്നു. അതിന്റെ ഹീറ്റ് കൊണ്ട് ഉണ്ടാവുന്ന എക്സ്പാൻഷൻ, അതാണ് അത് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമല്ലേ, ഹീറ്റ് നല്ല കാര്യമല്ലേ അങ്ങനെ നോക്കുന്ന സമയത്ത്. ഇനി തെർമൽ പവർ പ്ലാന്റിലാണെങ്കിലോ, പവർ പ്ലാന്റിൽ ആവശ്യമായിട്ടുള്ള സ്റ്റീം വേവ്സുകൾ ഉണ്ട്. സ്റ്റീംസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹീറ്റ് വെച്ചിട്ട് വെള്ളത്തിനെ ചൂടാക്കിയിട്ടാണ് സ്റ്റീമിൽ വെച്ചിട്ടാണ് ടർബൈൻ വർക്ക് ചെയ്യുന്നത്. അതിനെ വെച്ചിട്ടാണ് തെർമൽ പവർ പ്ലാന്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഹീറ്റ് നമുക്ക് ഉപകാരിയാണ്. ഹീറ്റ് ഉപദ്രവകാരിയല്ല, ഹീറ്റ് ഉപകാരം കൂടിയാണെന്നാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റലർജി, അതുപോലെ തന്നെ മൈനിങ്, റിഫൈനറീസ്, കെമിക്കൽ റിയാക്ഷൻസ്, സെമി കണ്ടക്ടേഴ്സ്, അപ്പൊ തുടങ്ങിയിരിക്കുന്ന പല ഏരിയാസിനകത്ത് ഹീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഹീറ്റ് ഈ വലിയ വലിയ രാജ്യങ്ങളുടെ തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ ഓട്ടോമാറ്റിക്കലി റൂമൊക്കെ ചൂടാക്കാൻ, ഓഫീസും റൂമൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഹീറ്റ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ AC ഉപയോഗിക്കുന്ന പോലെ തന്നെ അവിടെയൊക്കെ സൈബീരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹീറ്റേഴ്സുകളാണ് റൂം ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര തണുപ്പാണ് അവിടെയൊക്കെ. സോ അതുപോലെ തന്നെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, സ്റ്റീം എഞ്ചിൻസ്, തെർമൽ പവർ പ്ലാന്റ് സ്റ്റീം എഞ്ചിൻസിലൊക്കെ ഹീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഹീറ്റ് എന്നുള്ള ഹീറ്റിന്റെ അപ്ലിക്കേഷൻ നമ്മൾ നോക്കേണ്ടത് ഹീറ്റ് റോൾ ഇൻ ക്ലൈമറ്റ് ചേഞ്ച്. ഹീറ്റിന്റെ റോൾ എത്രത്തോളമാണ്? അപ്പൊ ഹീറ്റിന്റെ റോൾ ബേസിക്കലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡിൽ പറയാം. ഹീറ്റ് കൂടുന്നത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്നത് മാത്രമല്ല, ഹീറ്റ് കൂടി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിവിടെ റെയിൻ ഉണ്ടാവും. അല്ലെ, അന്തരീക്ഷത്തിലെ ഹീറ്റ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം അങ്ങനെയാണ് മാത്രമേ ക്ലൗഡ് ഫോർമേഷൻ. ക്ലൗഡ് ഫോർമേഷൻ എന്താണ് കാരണം? ഓഷ്യന്റെ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നീരാവി ആവുന്നു. നീരാവി മുകളിലേക്ക് എത്തുന്ന സമയത്ത് ക്ലൗഡായി മാറുന്നു. ക്ലൗഡ് മഴയായിട്ട് പെയ്യുന്നു. ഓക്കെ, അപ്പം അത് അവിടെ നിന്ന് ഓഷ്യൻസ് അക്സെപ്റ്റ് ചെയ്താൽ പോലും, ഓഷ്യൻസിന്റെ അടുത്ത് നിന്ന് ക്ലൗഡ് ഫോം ആയി കഴിഞ്ഞാൽ പോലും മഴ പെയ്യുന്ന എവിടെയാണ്? നമ്മുടെ ലാൻഡ് ഏരിയയിലാണ്. അപ്പൊ ഹീറ്റ് അവിടെ വേണ്ടേ? ഹീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നടക്കോ? ഇല്ല. അപ്പൊ ഹീറ്റ് ബേസിക്കലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ ഒരു പരിധി വിട്ടു പോകുന്ന സമയത്താണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് കണ്ടീഷൻസിലേക്ക് പോകുന്നത്. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റും അതുപോലെ തന്നെ ഹീറ്റ് പ്രൊഡക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹീറ്റ് വേവ്സിന്റെ അഡാപ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും, ഇത്തരത്തിലുള്ള അഡ്വേഴ്സ് എഫക്റ്റുകളിൽ നിന്ന് നമ്മളെ ഹീറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ബട്ട് അഡ്വേഴ്സ് എഫക്റ്റിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? അൺകൺട്രോൾഡ് മാനറിൽ ഹീറ്റ് ജനറേറ്റ് ആവുന്നത്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ്, ഹീറ്റ് അന്തരീക്ഷത്തിൽ പിടിച്ചെടുക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് മാക്സിമം കുറക്കുക. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസുകളൊക്കെ കുറക്കാൻ ശ്രമിക്കുക. ബിക്കോസ് കൂടുതലും ഈ ഹീറ്റ് കൂട്ടാൻ കാരണമാവുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതായത് ബേസിക്കലി നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഹീറ്റിന്റെ ഇമ്പാക്ട്സ് ഇൻ ലൈഫ് ഇൻ പോസിറ്റീവ് പെർസ്പെക്ടീവ്. നമ്മൾ കഴിഞ്ഞ ഒരു 12 ആഴ്ചയായി നമ്മൾ ഹീറ്റ് വേവ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹീറ്റിന് നമുക്ക് അതിന്റെ പോസിറ്റീവ് സൈഡ് കൂടെ അറിയണ്ട്. ദെൻ ദ ഫൈനൽ ആർട്ടിക്കിൾ, പ്രിവാൽസ്കി ഹോഴ്സസ്. സോ ആകെ അവൈലബിൾ, ലോകത്താകെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വൈൽഡ് ഹോഴ്സ് ആണ്. ബാക്കി എല്ലാത്തിനും പിടിച്ച് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. വൈൽഡ് ഹോഴ്സ് ആണ്. 2000 വൈൽഡ് ഹോഴ്സുകൾ മാത്രമേ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, യൂസിയൻ സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് ആണ് ഇതിന്റെ. അപ്പൊ നമുക്ക് ഒരു സ്പീഷീനെ പഠിക്കുന്ന സമയത്ത് സ്പീഷിയുടെ എന്തെങ്കിലും സയന്റിഫിക് നെയിം ജസ്റ്റ് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഹാബിറ്റാറ്റ്, അതുപോലെ തന്നെ ഇതിന്റെ ഡയറ്റ് പ്ലാൻ എന്തായിരിക്കും, അതുപോലെ തന്നെ ഇതൊരു സോഷ്യൽ ആനിമൽ ആണോ എന്നുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആണ്. ദെൻ അതിന്റെ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്പീഷീസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. UPSC പ്രിലിംസിന് ഈ ഒരു കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ട് മാത്രമേ ചോദിക്കൂ. പ്രിലിംസിന് വേണ്ടി മാത്രമാണ്, മെയിൻസ് ഒരിക്കലും ചോദിക്കില്ല. ഓക്കെ, സോ അബൌട്ട് ഇത് നോക്കുകയാണെങ്കിൽ, പ്രിവാൽസ്കി ഹോഴ്സസ് വർ ഫൗണ്ട് ഇൻ മംഗോളിയ. ദർ ട്രൂലി വൈൽഡ് ഹോഴ്സ്, ലാസ്റ്റ് ട്രൂലി വൈൽഡ് ഹോഴ്സ്. നമുക്ക് ഉറപ്പിച്ചും ഒരു വൈൽഡ് ഹോഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഹോഴ്സ് വിഭാഗം ഇത് മാത്രമാണ്. ഓക്കെ, വൺസ് തോട്ട് ടു ബി ആൻസർ ടു ദ ഡൊമസ്റ്റിക് ഹോഴ്സ്, ദേ ആർ ആക്ച്വലി ഡിസ്റ്റന്റ് കസിൻസ്. നമ്മൾ നിലവിലുള്ള ഡിസ്റ്റൻസ് വൈൽഡ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹോഴ്സസിന്റെ ഒരു ഡിസ്റ്റന്റ് കസിൻ ആണെന്ന് പറയും. കാരണം ഇവരുടെ രണ്ട് മുതുമുത്തച്ഛന്മാരും 50,000-60,000 വർഷം മുമ്പേ തന്നെ രണ്ടുപേരും എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ഇവരുടെ ആങ്സ്റ്റേഴ്സ് എല്ലാം ഒരുപോലെയാണ് എന്നാണ് പറയുന്നത്. ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ മോഡേൺ അല്ല, ബട്ട് ഇതിന്റെ നാറ്റീവ് ഹാബിറ്റേറ്റ് നോക്കാം. ദർ ഒറിജിനലി ഫൗണ്ട് അക്രോസ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പിലും ഏഷ്യയിലും നമുക്കിത് കാണാൻ സാധിക്കും. നൗ ദേ ആർ ഫൗണ്ട് ഓൺലി ഇൻ റീഇൻട്രൊഡക്ഷൻ സൈറ്റ് ഇൻ മംഗോളിയ, ചൈന ആൻഡ് കസാക്കിസ്ഥാൻ. മംഗോളിയ, ചൈന ആൻഡ് കസാക്കിസ്ഥാനിലാണ് നിലവിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2000 പ്രിവാൽസ്കി ഹോഴ്സസുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മെയിൻലി ഇൻ ചൈന, മംഗോളിയ. ചൈനയിലും മംഗോളിയാണ് മെയിൻ ആയിട്ട് ഇത് കാണുന്നത്. ബട്ട് ഓൾസോ ഫൗണ്ട് ഇൻ ഫ്രാൻസ്, റഷ്യ. റഷ്യയിൽ നമ്മൾ ചെർണോബിൽ എക്സ്ക്ലൂസീവ് സോൺ ബിറ്റ്വീൻ ബെലാറസ് ആൻഡ് ഉക്രൈൻ നടക്കുന്ന അതിന്റെ ഇടയിലുള്ള ചെർണോബിൽ എക്സ്ക്ലൂഷൻ ഏരിയാസിലുള്ള വൈൽഡ് ഏരിയാസിലാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഡയറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി ഗ്രാസ് ലീവ്സ് ആൻഡ് ഷ്രബി ട്രീസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിന്റെ സോഷ്യൽ സ്ട്രക്ചർ ആണ്. സോഷ്യൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെവറൽ മെയർസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഡോമിനന്റ് സ്റ്റാലിയൻസ് ആൻഡ് ദർ ഓഫ് സ്പ്രിങ്സുകൾ. സെവറൽ മെയർസ് വെച്ച് കഴിഞ്ഞാൽ കുതിരകളുടെ കൂട്ടത്തിലാണ് പറയാം. അപ്പൊ അതിനകത്ത് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാലിയൻ, ഒരു കുതിര ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഒരു ഭാര്യ എന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് അതിന്റെ ഫീമെയിൽ കൗണ്ടർ പാർട്ടാണ്. അപ്പം ഇതില് റീപ്രൊഡക്റ്റീവ് ടൈമിൽ അല്ലെങ്കിൽ ബ്രീഡിംഗ് ഏജ് എത്തുന്ന സമയത്ത് യങ്ങർ ആയിട്ടുള്ള സ്റ്റാലിയൻസ്, കുറച്ച് യങ്ങർ ആയിട്ടുള്ള സ്റ്റാലിയൻസ് അവിടെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ആരാണോ ആ സോഷ്യൽ സ്ട്രക്ചറിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഏത് കുതിരാണുള്ളത് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഈ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ആൾ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഡിഫീറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ
എന്താണ് സംഭവിക്കുന്നത്? ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ബ്രീഡിംഗ് കണ്ടീഷൻസിന് വേണമെങ്കിൽ പോവാം. ഓക്കെ. അപ്പൊ ബ്രീഡിംഗ് കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള കാമുകിയെ കണ്ടെത്തേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഓഫ് സ്പ്രിങ്സിനെ അവർ ചേസ് ചെയ്ത് കണ്ടുപിടിക്കണം. പക്ഷെ അത് ഓഫ് സ്പ്രിങ്സിന് പോകണമെങ്കിൽ ബ്രീഡിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഇവര് ഈ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള സ്റ്റാലിയൻസിനെ എന്ത് ചെയ്യണം? മലർത്തി അടിക്കണം, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബ്രീഡിംഗ് കണ്ടീഷൻസിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ എന്തിനാണ് ഈ ഒരു പ്രൊസീജിയേഴ്സ്, ഈ ഒരു സോഷ്യൽ സ്ട്രക്ചർ അവർ ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു എന്താണ് സ്റ്റാലിയൻ ആണോ പോകുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല ശക്തമായ തലമുറയിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ പറ്റൂ. സോ ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ ആണ് അവർ ഫോളോ ചെയ്തു പോകുന്നത്. നിങ്ങൾ സ്ട്രോങ് ആണ് എന്ന് അവിടുത്തെ ഡോമിനേറ്റ് ആയിട്ടുള്ള സ്റ്റാലിനെ മലർത്തിയടിച്ച് നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബ്രീഡിംഗ് കണ്ടീഷൻസിലേക്ക് അല്ലെങ്കിൽ ബ്രീഡിംഗ് കണ്ടീഷനിൽ നിങ്ങൾ പോകാൻ അനുവദിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ അല്ലേ. അതുകൊണ്ടാണ് ഹോഴ്സസിന്റെ സ്ട്രെങ്ത് ഇത്ര കൂടുന്നത്. പണ്ട് തൊട്ട് ഇപ്പൊ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹോഴ്സസ് ആണെന്നുണ്ടെങ്കിലും പണ്ട് മുതലേ ഈ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഫോളോ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഹോഴ്സ് പവർ എന്നൊക്കെ പറയുന്നില്ല, അതിന്റെ പവർ അത്രത്തോളം കൂടുതൽ. കാരണം അവര് അത്രത്തോളം ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ബ്രീഡിംഗ് കണ്ടീഷൻസിലേക്ക് വിടുകയുള്ളൂ. അത്രത്തോളം നല്ല ആളുകൾ മാത്രമേ വരികയും ചെയ്യും, ഈ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു മെയിൻസ് ക്വസ്റ്റ്യൻ ടൈം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കീ സക്സസ് ആൻഡ് challenges in the India-US relationship. The next question, discuss the rationale behind India's decision to build new aircraft carrier, indigenous aircraft carrier 2. Examine the significance and limitations of the International Tribunal for the Law of the Sea. Advisory opinion on state obligation under UNCLOS regarding the marine pollution from greenhouse gas emission, particularly in the context of addressing the climate change. Okay, so your answers to write here. ജസ്റ്റ് നിങ്ങൾ 150 വേർഡ്സ് എത്തിക്കാനാണ് പറയുന്നത്. ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കാം. ഒന്ന് റിവിഷൻ എന്ന ലെവലിൽ എഴുതി നോക്കിയിട്ട് നിങ്ങൾ തന്നെ സെൽഫ് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിളിൽ നോക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ കേസിൽ എവിടെയെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം.